ചെറുതായിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ആകപ്പാടെ പാളിപ്പോകുന്ന ഒരു ജോണറാണ് സറ്റയർ. അതുകൊണ്ട് തന്നെ പലരും കൈവയ്ക്കാൻ മടിക്കുന്ന ഒരു ജോണർ കൂടിയാണിത്. സമീപകാലത്ത് മലയാളത്തിൽ വന്നിട്ടുള്ള സറ്റയർ സിനിമകൾ പലതിനും തുടർച്ചയായി പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. പലപ്പോഴും ഈ ഒരു ജോണറിനെ ആളുകൾ സ്വീകരിക്കുമോ എന്ന ഭയം കാരണം ഉപദേശ സ്വഭാവമുള്ളതോ ഫീൽ ഗുഡ് ആയതോ ആയ ക്ലൈമാക്സുകളിലേക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ ഒതുങ്ങിപ്പോകാറുണ്ട്. ഒരു മരണവീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഏറ്റവും പുതിയ മലയാളം സറ്റയർ ആയിട്ടുള്ള പരിവാർ ഇന്ന് നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ ചർച്ചകളിലുള്ള പലതിനെയും നർമ്മത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഡയലോഗ് ഹ്യൂമർ കൊണ്ട് അവിടെയും ഇവിടെയും നമ്മളെ കുറച്ച് ചിരിപ്പിക്കുന്നുണ്ട് എന്നല്ലാതെ ഒരാശയം എന്നതിൻ്റെ മുകളിലേക്ക് ആ സിനിമയെ നല്ല രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ അതിൻ്റെ സംവിധായകർക്ക് എഴുത്തിൽ സാധിച്ചിട്ടില്ല. മരണാസന്നനായി കിടക്കുന്ന ഭാസ്കര പിള്ളയുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ഭീമനും അർജുനനുമാണ് അദ്ദേഹത്തെ ഇപ്പോൾ നോക്കുന്നത്. പുള്ളിയുടെ അവസ്ഥ മോശമായി എന്നറിഞ്ഞതോടെ മറ്റ് രണ്ട് മക്കളായിട്ടുള്ള നകുലനും സഹദേവനും അവിടേക്ക് കുടുംബത്തോടൊപ്പം വരുന്നു. ഇന്നോ നാളെയോ എന്നതുപോലെയുള്ള ഭാസ്കര പിള്ളയുടെ കിടപ്പിനൊപ്പം സ്വത്ത് വകകളെക്കുറിച്ചുള്ള ചർച്ചകളും സമാന്തരമായിട്ട് ആ വീട്ടിൽ നടക്കുന്നു. സ്വത്ത് തർക്കം മുന്നോട്ട് കൊണ്ടുവന്നെത്തിക്കുന്ന രസകരമായ മുഹൂർത്തങ്ങളാണ് പരിവാർ എന്ന ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കമൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, കാണാൻ നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന സിനിമയുടെ കോമഡി വേർഷൻ പോലെയുണ്ട് എന്നാണ്. കാരണം 2 സിനിമയിലും സാമ്പത്തിക ബാധ്യതയുള്ള മക്കൾ അച്ഛൻ്റെയോ അമ്മയുടെയോ മരണം നടക്കാൻ കാത്തിരിക്കുന്നതാണ് പ്രമേയം. കഥ ഏത് രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ് സത്യം പറഞ്ഞാൽ പരിവാറിൻ്റെ പ്രധാന പ്രശ്നം. നകുലൻ, സഹദേവൻ എന്നീ കഥാപാത്രങ്ങളെ കാരിക്കേച്ചർ സ്വഭാവത്തിലാണ് കാണിച്ചിട്ടുള്ളത്. മിനിമം കോമൺ സെൻസുള്ള ആരും ചെയ്യാൻ സാധ്യതയില്ലാത്ത പല കാര്യങ്ങളും, അതായത് അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ദഹിപ്പിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നത് പോലത്തെ മണ്ടത്തരങ്ങൾ ഇവർ കാണിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടി അത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പെട്ടെന്ന് സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവർക്ക് മാനസാന്തരം സംഭവിക്കുന്ന പോലെയൊക്കെ കാണിക്കുമ്പോൾ രണ്ടും തമ്മിൽ അങ്ങോട്ട് ചേർന്ന് പോകുന്നില്ല. എന്തെല്ലാമോ പ്ലാൻ ചെയ്തു വന്നു, അവസാനം വർക്കാകില്ല എന്ന് തോന്നിയപ്പോൾ സേഫാക്കി സിനിമ തീർത്തതുപോലെയാണ് അതൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. സഹദേവൻ എന്ന മകൻ കഥാപാത്രത്തെയാണ് ജഗദീഷ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഹ്യൂമറിന് പ്രാധാന്യമുള്ള സ്വല്പം എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് സഹദേവൻ. കരിയറിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള തരം കോമഡിയിലേക്ക് പോകാതെ വേറെ ഒരു രീതിയിൽ സഹദേവനെ അവതരിപ്പിക്കാൻ ജഗദീഷിന് സാധിക്കുന്നുണ്ട്. അലക്സാണ്ടർ പ്രശാന്താണ് നകുലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരർത്ഥത്തിൽ നകുലനും സഹദേവനുമാണ് ഇതിലെ ഒരു പെയർ. സഹദേവനോട് കട്ടയ്ക്ക് നിൽക്കുന്ന അതേ എക്സെൻട്രിസിറ്റി നകുലൻ്റെ പ്രകടനത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ദ്രൻസ് അവതരിപ്പിച്ചിട്ടുള്ള ഭീമൻ എന്ന കഥാപാത്രം ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിൻറ്റേജ് കോമഡിയുടെയും ഇന്ന് അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ആക്ടർ പരിപാടിയുടെയും നല്ലൊരു ബ്ലെൻഡാണ്. ഈ മക്കളുടെ എല്ലാം ചെറിയച്ഛനായിട്ട് വന്നിട്ടുള്ള മീനരാജ് പള്ളുരുത്തി അദ്ദേഹത്തിന് ലഭിച്ച കഥാപാത്രത്തെ അതിലുള്ള ഹ്യൂമറിനെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഭാസ്കര പിള്ളയായിട്ട് വന്നിട്ടുള്ളത് ഉണ്ണി നായരാണ്. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലെ ശ്രദ്ധേയമായ കഥാപാത്രം ചെയ്തിരുന്ന ഉണ്ണിമായ നാലപ്പാടം ഈ സിനിമയിൽ അലക്സാണ്ടർ പ്രശാന്തിൻ്റെ ഭാര്യയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു ഈ രണ്ടുപേരും തന്നെയാണ് സിനിമ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്. പല കഥാപാത്രങ്ങളെയും പല കഥാസന്ദർഭങ്ങളെയും കഥയ്ക്ക് കാര്യമായ ഗുണമില്ലാത്ത രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പ്രധാന കോൺഫ്ലിക്റ്റ് വരെയും അവിടെ നിന്ന് ഇൻ്റർവെൽ വരെയും ഇൻ്റർവെല്ലിൽ നിന്ന് ക്ലൈമാക്സ് വരെയും സ്ക്രിപ്റ്റിനെ ഫില്ല് ചെയ്യാൻ, കഥയുമായി ചേർന്ന് പോകുന്ന അതിൻ്റെ ഒഴുക്കിനെ ബാധിക്കാത്ത ഇവൻറ്റുകൾ എഴുതി പിടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. എളുപ്പത്തിൽ വെട്ടിക്കളയാവുന്ന തരം കോമഡി സീക്വൻസ് പലതും ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. സട്ടയർ സ്വഭാവം ഉള്ള സിനിമയായതുകൊണ്ട് തന്നെ സിനിമാറ്റോഗ്രാഫി സ്വല്പം വൈഡ് ആംഗിൾ ഷോട്ടുകളൊക്കെ ഉപയോഗിച്ച് ഒരു അസ്വാഭാവികത സൃഷ്ടിക്കുന്നുണ്ട്. ബിജിപാൽ ഒരുക്കിയിട്ടുള്ള പാട്ടുകൾ രസകരമാണെങ്കിലും പലതിൻ്റെയും പ്ലേസ്മെൻറ്റ് മോശമായിരുന്നു. ഭാസ്കര പിള്ളയുടെ ഇളയ മകനും കാമുകിയുമുള്ള ഒരു പാട്ടൊക്കെ വളരെ അരോചകമായിട്ടാണ് സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മൊത്തം സിനിമയുടെ നെഞ്ചത്തേക്ക് ആളുകൾ കയറുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ അവസാനം ആളുകൾക്കൊരു നല്ല സന്ദേശം കൊടുക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ ഒരു പക്ഷേ നിങ്ങൾക്ക് വർക്കാകും. വേറൊന്നും കൊണ്ടല്ല, കുറേ ഡയലോഗ് ഹ്യൂമർ കൊണ്ട് എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോകുന്ന പടം അവസാനത്തെ കുറച്ച് സമയത്ത് പണത്തിനും സ്വത്തിനും മുകളിൽ മനുഷ്യത്വത്തിനും പ്രാധാന്യം കൊടുക്കണം എന്ന സന്ദേശം ഒട്ടും സട്ടിലല്ലാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി അതല്ല, സന്ദേശം നൽകാൻ നാട്ടിൽ പോസ്റ്റ് ഓഫീസും മൊബൈൽ ഫോൺ സേവനദാതാക്കളുമുണ്ട്, സിനിമയുടെ പണിയല്ല അത് എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് നിങ്ങളെങ്കിൽ പരിവാർ പൂർണ്ണമായും നിരാശപ്പെടുത്തുന്ന കഷ്ടപ്പെട്ടൊരു സട്ടയർ ആകാൻ ശ്രമിക്കുന്ന സിനിമയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്